മൂക്കിന്റെ പാലത്തിന് വളവുണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് ഒരു നോസ്ട്രിൽ അടച്ചിട്ട് ശ്വാസം എടുക്കുക. അതേപോലെ തന്നെ മറ്റു സൈഡിലെ നോസ്ട്രിലും അടച്ച് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കാൻ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം അതല്ലെങ്കിൽ നേസൽ പോളിപ്പ് ആയിരിക്കാം കാരണം. കൂടുതൽ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. എന്താണ് DNS? നമ്മുടെ നേസൽ ക്യാവിറ്റീനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോസ്ട്രിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു നേസൽ സെപ്റ്റം ഉണ്ട്. അതിൽ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, ട്രോമ, ആക്സിഡന്റ്സ് അഥവാ കൺജനിറ്റൽ ആയിട്ട് വളവ് വരാൻ ചാൻസ് ഉണ്ട്. DNS നമ്മളൊരു 2 ലൈൻ ട്രാഫിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒരു സൈഡിൽ ഒരു നാരോ പാത്വേ ആയിരിക്കും, അതുകൊണ്ട് വണ്ടികൾ അവിടെ വരി വരിയായിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ അതർ സൈഡ് വൈഡർ ആയത് കാരണം വണ്ടികൾ തോന്നിയ പോലെ ആയിരിക്കും പോകുന്നത്. എന്നാൽ കാലക്രമേണ കൂടുതൽ വണ്ടികൾ അതിൽ കൂടെ പോകുന്നത് കാരണം ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ദശ വളർച്ച അല്ലെങ്കിൽ നേസൽ പോളിപ്പ് എന്ന് പറയുന്നത്. DNS ഉള്ള ഒരാൾക്ക് എപ്പോഴും മൂക്കടപ്പ് അനുഭവപ്പെടാം, അതുമൂലം മൗത്ത് ബ്രീത്തിങ് അഥവാ സ്നോറിങ് അനുഭവപ്പെടാം. അതുകൂടാതെ തന്നെ തണുപ്പ് കാലാവസ്ഥയാകുമ്പോഴത്തേക്കും നോസ് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ലാത്തത് കാരണം റെക്കറന്റ് ആയിട്ട് അലർജീസ് വരാനും സൈനസൈറ്റിസും ഹെഡ് ഏക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടെത്തുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സർജറി വരെ ഒഴിവാക്കാൻ പറ്റും.